പൗലോസിന് അബദ്ധം പറ്റിയതാണോ? ക്രൂശിലാണ് എന്റെ പ്രശംസ. പൗലോസ് എന്താ അങ്ങനെ പറഞ്ഞത്? ഒരാളെ മുഖത്ത് തുപ്പുന്നതിൽ ഞാൻ പ്രശംസിക്കുന്നു, എന്നെ അടിക്കുന്നതിൽ ഞാൻ പ്രശംസിക്കുന്നു, എന്റെ നഗ്നത വെളിപ്പെടുത്തുന്നതിൽ, എന്നെ അപമാനിക്കുന്നതിൽ, എന്നെ പരിഹസിക്കുന്നതിൽ, എന്നെ മുഖത്ത് തുപ്പുന്നതിൽ, എന്നെ കോലടിക്കുന്നതിൽ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കണ്ണുനീരിന്റെയും വേദനയുടെയും നൊമ്പരത്തിന്റെയും അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഹാപ്പിയാണെന്ന്? നിങ്ങളെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, നിങ്ങളെ നോക്കേണ്ടവർ നിങ്ങളെ നോക്കാതിരിക്കുമ്പോൾ, നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടവർ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഹാപ്പിയാണെന്ന്? എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങൾ അനാഥരെ പോലെ, ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നിങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഹാപ്പിയാണെന്ന്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു, അത് തന്നെ നിങ്ങളും ചെയ്യണം. കാരാഗ്രഹത്തിൽ ഞാൻ ഹാപ്പിയാണ്, കപ്പൽ ഛേദത്തിൽ ഞാൻ ഹാപ്പിയാണ്, വെല്ലുവിളികളുടെ നടുവിൽ ഞാൻ ഹാപ്പിയാണ്, വിസ്താരത്തിലും വിചാരണയിലും ഞാൻ ഹാപ്പിയാണ്, കാട്ടിലെ ആവത്ത്, നാട്ടിലെ ആവത്ത്, പട്ടണത്തിലെ ആവത്ത്, കൂട്ടുവേലക്കാരെ കൊണ്ട്, കൂട്ടു സഹോദരന്മാരെ കൊണ്ടുള്ള ആവത്ത്, ഇങ്ങനെ തുടങ്ങി കടലിലും കരയിലും കാട്ടിലും എല്ലാം അനുഭവിക്കുന്ന ആവത്തുകളിൽ ഞാൻ ഹാപ്പിയാണ്. തലയിൽ മുൾക്കിരീടം ചൂടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, മുഖത്ത് തുപ്പുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എന്റെ തലയിൽ അടിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. കേൾക്കുന്നവരെ പറയാം അവന് എന്തെല്ലാം വേറൊന്നും പറയത്തില്ല. നോർമലി എല്ലാ മനുഷ്യരും വേദന വന്നാൽ വേദനിക്കും, കരച്ചിൽ വന്നാൽ കരയും, ചിരി വന്നാൽ ചിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ പറയാ എനിക്ക് കരച്ചിൽ വന്നാലും ഞാൻ ചിരിക്കും, എനിക്ക് ദുഃഖം വന്നാലും ഞാൻ സന്തോഷിക്കും. ഇയോ പറയാ എന്നെ താഴ്ത്തുമ്പോ ഞാൻ ഉയർച്ച എന്ന് പറയും. കേൾക്കുന്നവർക്ക് മെന്റലാണെന്നേ തോന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം മകൻ മുന്നിൽ മരിച്ചു കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ പോയി ഇരുന്ന് പാട്ടെഴുതി. പുള്ളി എഴുതിയ പാട്ട് നാം പാടുന്ന ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും. ഹല്ലേലൂയ. സ്വന്തം മകൻ, ചെറുപ്പക്കാരനായ കുട്ടിയായ സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അരികിൽ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ, ഒരു ഭക്തൻ, ഒരു വിശ്വാസി പാട്ടെഴുതുക. ദുഃഖത്തിന്റെ പാനപാത്രം ദൈവം എന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ പാനം ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ കൂടി പറയുന്നു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ, നിന്റെ തലമുറ നിനക്ക് കൈവിട്ടു പോകുമ്പോൾ, നിന്റെ കുടുംബജീവിതം കൈവിട്ടു പോകുമ്പോൾ, നിന്റെ ജീവിതത്തിലെ നന്മകൾ കൈവിട്ടു പോകുമ്പോൾ, നിന്റെ കുടുംബത്തിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുമ്പോൾ, നിന്റെ സാമ്പത്തിക ടൈറ്റ് നേരിടുമ്പോൾ, നിന്റെ ജീവിതത്തിൽ മൊത്തം വാതിലുകൾ അടയപ്പെടുമ്പോൾ പറയാൻ പറ്റുമോ ഈ ദുഃഖത്തിന്റെ പാനപാത്രം തന്നതിന് ദൈവമേ നിനക്ക് സ്തുതി. നീ അത് പറയാൻ തക്കവണ്ണം പ്രാപ്തനാകണം. നീ നിനക്ക് ദൈവവുമായി ബന്ധമുണ്ടാവണം. കാരണം ഈ ലോകത്തിലെ താൽക്കാലികമായ നേട്ടവും കോട്ടവും എന്നെ ഏശത്തില്ല. എന്നേക്കുമുള്ള നേട്ടത്തെ കൊയ്തു വെച്ചിരിക്കുക. അത് എന്റെ ദിവ്യ സമ്പത്തായ യേശുവുമായുള്ള ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലോകവും നീ നേടിയിട്ട് നിന്റെ പ്രാണനെ നീ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമുള്ളൂ എന്ന് വചനം
പറയുമ്പോൾ, നീ ഈ ലോകത്ത് എന്തൊക്കെ കീഴടക്കിയാലും, നീ എന്തൊക്കെ പിടിച്ചടക്കിയാലും, നീ എന്തൊക്കെ വാങ്ങി വാരിക്കൂട്ടിയാലും, ഞാൻ നിന്നോട് സത്യമായി പറയുന്നു, എല്ലാം ഇട്ടേച്ച് പോകേണ്ടി വരും. എന്നാൽ കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ, കർത്താവിനെ വിശ്വസിച്ചാൽ, കർത്താവിനെ സ്വന്തമാക്കിയാൽ അത് നിനക്കൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക്, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൽ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരട്ടെ. എന്നാൽ നമ്മൾ അവനെ വിശ്വസിക്കും, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവനാൽ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് എന്തുകൊണ്ട് ക്രൂശിൽ പ്രശംസിക്കുകയാണെന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ ക്രൂശിൽ? ക്രൂശിലെ യേശുവിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്രം പറയാൻ പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഓരോരുത്തരെ താർക്കുന്നു, നശിപ്പിക്കുന്നു, കുടിക്കുന്നു, കൊല്ലുന്നു, ഇല്ലായ്മ. അതിനപ്പുറത്ത് എന്തെങ്കിലും ക്രൂശി കാണുന്നുള്ളത്? എക്സാമിന്റെ നോട്ടത്തിൽ ഒരുത്തരെ പിടിക്കുന്നു, കോടതികൾ മാറി മാറി വിസ്തരിക്കുന്നു, ചെയ്യാത്ത കുറ്റം അവന്റെ മേൽ ചുമത്തുന്നു, അവനെ അടിക്കുന്നു, തുപ്പുന്നു, പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, അവസാനം കുരിശിനെ തറയ്ക്കുന്നു, അവിടെ നിർത്തിക്കൊണ്ടു അവനെ കളിയാക്കുന്നു, വഴിയെ പോകുന്നവരെല്ലാം നിന്ദിക്കുന്നു, വെറുതെ ഒരു ബന്ധമില്ലാത്തമാരെ നോക്കി അട്ടഹസിക്കുന്നു, അവൻ എങ്ങനെ വേണമെന്ന് പറയുന്നു. ഇതിനകത്ത് എന്താ നിന്റെ ഹാപ്പിനെസ്? ഇതിനകത്ത് എന്താ ആന്റി, എന്താ സഹോദരി, എന്താ സഹോദര, ഇത്ര പ്രശംസിക്കാൻ എന്താ ഇരിക്കുന്ന മോനെ? ഒരാളുടെ നാശം കാണുന്നത് സന്തോഷം, ഒരാൾ തകരപ്പെടുന്നത് കാണുന്നത് സന്തോഷമാണ്. അതിനാണ് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നേ? നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ സന്തോഷപ്പെടുത്തി കളയുന്ന, നിന്നെ മുറിവേൽപ്പിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിന്റെ നടുവിൽ നീ ഹാപ്പിയാണോ? അല്ലല്ലോ. ക്രൂശിൽ ഒരു സന്തോഷം കാണാൻ പറ്റുന്നില്ല. ക്രൂശിൽ മിണ്ടാതെ നിൽക്കുന്ന ക്രിസ്തു, ക്രൂശിന്റെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ക്രിസ്തു, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ വെല്ലു വിളിച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്ന ക്രിസ്തു. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നിനക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. നിന്നെ തറച്ചു വെച്ചേക്കുന്നിടത്ത് നിനക്ക് അനങ്ങാനോ ഇറങ്ങാനോ പറ്റുന്നില്ലല്ലോ. നിന്റെ ശരീരത്തിലെ മുറിവുകളെ നിനക്ക് വെച്ച് കെട്ടാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ മനസ്സിലെ മുറിവുകളെ വെച്ച് കെട്ടാൻ പറ്റുന്നില്ലല്ലോ. ഒരു ആശ്വാസമില്ലല്ലോ. ക്രൂശിലേക്കുള്ള സന്തോഷം വേദന കൂടുന്നതല്ലേ ഉള്ളൂ, നൊമ്പരം കൂടുന്നതല്ലേ ഉള്ളൂ, ചോര വാർന്നൊഴുകുന്നതല്ലേ ഉള്ളൂ, ഒത്തിരി വയർക്കുന്നതല്ലേ ഉള്ളൂ, തളർന്നു പോകുന്നതല്ലേ ഉള്ളൂ. എന്നിട്ടും എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നു എന്ന്. അത് പറയാനൊരു കാരണമുണ്ട്. അത് പറയാനുള്ള കാരണത്തിലേക്ക് ഞാൻ ഡയറക്റ്റ് കയറുക. വേറൊന്നുമല്ല, കർത്താവായ യേശു കുരിശിൽ കിടന്ന് ഈ പരിഹാസം മുഴുവൻ ദൈവപുത്രനാണ് ഇറങ്ങി വാ, 3 നാൾ കൊണ്ട് പണിയുന്നവനാണ് ഇറങ്ങി വാ, നീ മറ്റുള്ളവരെ രക്ഷിച്ച് നിന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, നീ സ്വയം രക്ഷിച്ചിറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഇതെല്ലാം കേട്ടിട്ടും അനങ്ങാൻ പറ്റാതെ, പ്രവർത്തിക്കാൻ പറ്റാതെ, മറുപടി കൊടുക്കാൻ പറ്റാതെ, വായിൽ ഉത്തരമില്ലാതെ, കയ്യിൽ ആൻസർ ഇല്ലാതെ, ഒരു രീതിയിൽ ഒരു പ്രവർത്തിയും ചെയ്യാതെ വേദന മൊത്തം തിന്ന് കുരിശിൽ കിടക്കുന്ന കർത്താവ് അവിടെ അനങ്ങാതെ കിടക്കുന്ന കാണുമ്പോഴും പൗലോസ് പറയുന്നു, ഞാൻ അവന്റെ ക്രൂശിൽ സന്തോഷിക്കുന്നു, അവന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു, അവന്റെ ക്രൂശ് എനിക്ക് ഹാപ്പിനെസ് തരുന്നു. അതെന്തെന്നാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് മത്തായി 28:6 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ്. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം ഒന്ന് കാണി. അത്രയൊക്കെ തകർത്തിട്ടും, അത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും, അത്രയൊക്കെ അനുഭവിച്ചിട്ടും, അത്രയൊക്കെ കീറി മുറിച്ചിട്ടും യേശുവിന് അനങ്ങാൻ പറ്റാത്ത നിലവാരത്തിൽ 3 ആണികളിൽ മരക്കുരിശെ തറച്ച് നിർത്തിയിട്ടും
ദൈവത്തിന്റെ വചനത്തിൽ ഒരു വചനമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കും. എന്താ അതിന്റെ അർത്ഥം? ക്രൂശിൽ എനിക്കൊരു പ്രശംസയുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കായി ഇതിനൊക്കെ ഫേസ് ചെയ്യും. അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്ന പലരെയും അവസാന നാളുകളിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവസാന നാളുകളായിരുന്നില്ല അത് പുതിയ അധ്യായത്തിന്റെ ആരംഭ നാളുകളായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 2024 അവസാന നിമിഷങ്ങളിൽ, അവസാന മണിക്കൂറുകളിൽ ഈ ഞായറാഴ്ച പകൽ നിന്നുകൊണ്ട് സഭയോട് പറയുന്നു, ക്രൂശിൽ യേശുവിന്റെ അവസാനമായിരുന്നില്ല, ഒരു പുതിയ കഥയുടെ തുടക്കമായിരുന്നു, ഒരു പുതിയ ചരിത്രത്തിന്റെ ഏതെഴുതുകയായിരുന്നു. നീ വിചാരിക്കുന്നതല്ല പിശാചേ, നിന്റെ മരണത്തിൽ പണിയാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വാസിന്റെ വിചാരങ്ങൾ, വിശ്വാസിന്റെ ഉദ്ദേശങ്ങൾ, വിശ്വാസിന്റെ പദ്ധതികൾ ഇന്ന് പകൽ പൊളിയുകയാണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം ഇന്ന് കർത്താവ് തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുക്കട്ടെ. 3 നാൾ കൊണ്ട് പണിയുന്നവരെ നീ പണിക എന്ന് പറഞ്ഞിട്ട് അനങ്ങാതെ നിന്നവൻ ഇതാ ഇന്ന് ജീവിച്ചിരിക്കുക. അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നിന്നോട് പറയുന്നു, നീ ജീവിക്കും. ഇന്ന് നിനക്ക് നിന്റെ ജീവിതത്തിൽ അനങ്ങാൻ പറ്റാതെ, മറുപടി കൊടുക്കാൻ പറ്റാതെ, മിണ്ടാൻ പറ്റാതെ, പ്രവർത്തിക്കാനും പ്രതികരിക്കാനും പറ്റാതെ നിശ്ചലമായി നിന്നു കൊടുക്കേണ്ട ഗതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ക്രൂശ് നീ ചുമക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സമയമായി, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സമയമായി. പുനരുദ്ധാരണത്തിന്റെ ആത്മശക്തി എന്നീ പോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ മേൽ പറ്റട്ടെ, അത് നിന്നെ തൊടട്ടെ, അത് നിന്റെ ജീവിതത്തെ സ്പർശിക്കട്ടെ. ആ ആത്മശക്തി നിന്നിലേക്ക് ഒഴുകട്ടെ, ആ ആത്മനദി ദാഹിക്കുന്നവരിലേക്ക് ഒഴുകട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തിയുടെ വലിപ്പം ഇങ്ങനെ തിരിച്ചറിയുവാൻ കർത്താവ് നിന്നെ ഉയർപ്പിക്കുവാൻ, തകർത്തു കളഞ്ഞതൊക്കെ പണിയപ്പെടുവാൻ, ഉടച്ചു കളഞ്ഞതൊക്കെ നന്നാക്കിയെടുക്കുവാൻ, ശത്രു ഇല്ലാണ്ടാക്കിയതൊക്കെ ശൂന്യതയിൽ നിന്നെല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവം വിളിച്ചു വരുത്തുവാൻ എന്ന പകൽ കർത്താവ് ശരണമാക്കിയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് എന്തുകൊണ്ടാണ് കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയാൻ കാരണം, ക്രൂശിൽ വേദനയുണ്ട്, ക്രൂശിൽ നൊമ്പരമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, കുത്തുവാക്കുകളുണ്ട്, നിന്ദയും പരിഹാസവും ദുഷിയുമുണ്ട്, ഒത്തിരി ഒത്തിരി വേദനയുണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ ഒരു വാക്കുകൊണ്ട് പോലും മറുപടി കൊടുക്കാൻ പറ്റാതെ നിശ്ചലമായി നിന്നു കൊടുക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. എങ്കിലും ഇത്രയൊക്കെ പിശാച് മനുഷ്യനുമായി ചേർന്ന് പദ്ധതികൾ പ്ലാനിട്ട് ചെയ്തു വെച്ചാലും നീ ജീവിക്കും. സംശയമില്ലാത്ത ഉറപ്പുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയണേ, എന്നാ പിശാച് ചെയ്താലും ഒരു കാര്യം നീ ഉറപ്പിച്ചോണം, നെഞ്ചത്ത് കൈവച്ചിട്ട് ഏത് പ്രശ്നത്തിന് മുമ്പിലും ഒറ്റ യേശുവിനെ പോലെ നിൽക്കുമ്പോഴും പറഞ്ഞോണം, ഞാൻ ജീവിക്കും.